നമസ്കാരം. ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ തട്ടുമല്ലേ? അങ്ങനെയുള്ളൊരു ആശയത്തെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വാക്കുകൾക്ക് എങ്ങനെയാണ് വിശ്വാസം വളർത്താനും ആളുകൾക്കൊരു സുരക്ഷിതത്വം നൽകാനും കഴിയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടുന്ന് തന്നെ തുടങ്ങാം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഒരു പരിചയം തോന്നും. വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞതനുസരിച്ച് നമ്മളൊരു വഴി തിരഞ്ഞെടുത്തു, നന്നായി പഠിച്ചു, ഒരു ഡിഗ്രിയും നേടി. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് മുന്നോട്ടുള്ള വഴി ഒരു ക്ലിയർ അല്ലാത്ത പോലെ തോന്നുന്നത്? ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വലിയ ചോദ്യമാണിത്. അപ്പോ ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് വരുന്നത്: സഹാനുഭൂതിയുടെ വിടവ്. അതായത്, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നതിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. ഈയൊരു ബ്ലൂ പ്രിന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചില വിഷമങ്ങൾ അത് കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് ജോലികൾക്ക് അപ്ലൈ ചെയ്യുന്നു, പക്ഷെ ഒന്നിൽ നിന്ന് പോലും ഒരു മറുപടിയില്ല. അല്ലെങ്കിൽ നമ്മുടെ യോഗ്യതയ്ക്കും എത്രയോ താഴെയുള്ളൊരു ജോലി ചെയ്യേണ്ടി വരുന്നു. കൂടെ ഭാവിയെപ്പറ്റിയുള്ളൊരു ടെൻഷൻ, ഒരു ക്ഷീണം. അവസാനം നമ്മളോട് തന്നെ ചോദിക്കും, എന്റെ ഭാഗത്താണോ എന്തെങ്കിലും തെറ്റുപറ്റിയത്? ഈയൊരവസ്ഥയെ അത് കൃത്യമായിട്ട് പറയുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ശരിക്കും എല്ലാം മാറ്റിമറിക്കുന്നത്. ഇത് നിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമല്ല. ഇതൊരു വ്യക്തിപരമായ പരാജയമേ അല്ല. പകരം നമ്മളെയൊക്കെ ബാധിക്കുന്ന സിസ്റ്റത്തിൽ വന്നൊരു മാറ്റമാണ്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് എന്തുമാത്രം ആശ്വാസം കിട്ടും, അല്ലേ? അപ്പോൾ ശരി, ഇതിനെന്താ ഒരു പരിഹാരം? അവിടെയാണ് നമ്മൾ ഈ മനുഷ്യകേന്ദ്രീകൃത ബ്ലൂ പ്രിന്റ് എന്ന ഒരു ആശയത്തിലേക്ക് വരുന്നത്. ഇത് വെറുമൊരു ടെക്നിക്കല്ല, വിശ്വാസം പതുക്കെ പതുക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു വഴിയാണ്. ഇതൊന്ന് നോക്കൂ. പഴയ രീതിയും പുതിയ ബ്ലൂ പ്രിന്റും തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയറാണ്. പണ്ട് നമ്മൾ എപ്പോഴും ഡിഗ്രികളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും പുറകെയായിരുന്നു. പക്ഷേ ഈ പുതിയ ബ്ലൂ പ്രിന്റ് പറയുന്നത് അതല്ല, കഴിവുകളാണ് പ്രധാനം. മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവാണ് പ്രധാനമെന്നാണ്. പഴയ രീതി കേൾക്കുമ്പോൾ നമുക്കൊരു പരാജയബോധം തോന്നും. പക്ഷേ പുതിയ രീതി പറയുന്നത് അല്ല, ഇത് സിസ്റ്റം മാറിയതാണ് എന്നാണ്. അതിന്റെ ഫലം എന്താ? ടെൻഷന് പകരം ഒരു വ്യക്തത വരും, ഒരു കോൺഫിഡൻസ് വരും. ഈ ബ്ലൂ പ്രിന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം, അതിന്റെ ആണിക്കല്ല് എന്ന് തന്നെ പറയാം, ഇതാണ്: നിങ്ങൾ തോറ്റതല്ല, സിസ്റ്റമാണ് മാറിയത്. ഈയൊരൊറ്റ വാചകത്തിലാണ് ആ മുഴുവൻ സഹാനുഭൂതിയും ഇരിക്കുന്നത്. അപ്പോ എന്താണ് യഥാർത്ഥ പരിഹാരം? അതാണ് തൊഴിൽക്ഷമത അഥവാ എംപ്ലോയബിലിറ്റി. അതായത്, ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന കഴിവുകൾ. കാര്യങ്ങൾ വ്യക്തമായി ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും മറ്റുള്ളവരുമായിട്ട് നന്നായി സംസാരിക്കാനുമുള്ള കഴിവ്. ഇത് ഡിഗ്രി സർട്ടിഫിക്കറ്റിലൊന്നും ഒതുങ്ങുന്ന ഒന്നല്ല. ശരി, ഇതൊക്കെ തിയറി. ഇനി ഇതെങ്ങനെയാണ് പ്രായോഗികമായി നടപ്പാക്കുന്നത് എന്ന് നോക്കാം. ഈയൊരാശയത്തെ എങ്ങനെയാണ് ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനുഭവമാക്കി മാറ്റുന്നത്? ഇതൊരു പഠനയാത്രയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും നമ്മളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, നമുക്ക് നമ്മുടെ വേഗതയിൽ പഠിക്കാം, യാതൊരു സമ്മർദ്ദവുമില്ല. രണ്ടാമത്, വലിയ ടെക്നിക്കൽ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ ജീവിതത്തിലുള്ള ഉദാഹരണങ്ങൾ വെച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാനുള്ളൊരു അവസരം. ഏറ്റവും പ്രധാനമായി, എന്തെങ്കിലും വിൽക്കാനായി വരുന്ന സംസാരമല്ല, ശരിക്കും നമുക്ക് വഴികാട്ടിത്തരുന്ന സംഭാഷണങ്ങളാണ്. ഇതിന്റെ മറ്റൊരു ഭംഗി എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് വേണ്ടിയുണ്ടാക്കിയതാണ്. ഏതെങ്കിലും സാങ്കല്പിക ലോകത്തിനല്ല. നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യങ്ങൾ, വീട്ടുകാരുടെ പ്രതീക്ഷകൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് ക്ഷണിക്കുന്ന രീതി പോലും വളരെ ശ്രദ്ധേയമാണ്. സമ്മർദ്ദമല്ല, മാർഗനിർദ്ദേശം മാത്രം. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം തോന്നുമല്ലേ? ആ ഒരു സമീപനം വീണ്ടും വിശ്വാസം കൂട്ടുന്നു. അപ്പോൾ ഇതിന്റെ അവസാനം ലക്ഷ്യം വെക്കുന്നത് ഒരു ജോലി കിട്ടുക എന്നത് മാത്രമല്ല, അതിനുമപ്പുറം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഈയൊരു ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ആർക്കൊക്കെ വേണ്ടിയുള്ളതാണെന്നും അതിനേക്കാൾ പ്രധാനമായിട്ട് ആർക്കൊക്കെ വേണ്ടിയുള്ളതല്ല എന്നും അവർ വളരെ വ്യക്തമായി പറയുന്നു. കുറുക്കുവഴികൾ നോക്കുന്ന ആളുകൾക്ക് ഇത് പറ്റില്ല എന്ന് തുറന്നു പറയുന്നത് വഴി അവർ എത്രത്തോളം സത്യസന്ധരാണെന്ന് കാണിക്കുകയാണ്. ഈയൊരു ഫിൽറ്ററിങ്ങിന്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ശരിക്കും തങ്ങളുടെ കരിയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള, ചിന്തിക്കുന്ന, ഉത്തരവാദിത്തമുള്ള ആളുകളെ കണ്ടെത്തുക. ഇത് അവരുടെ പ്രോഗ്രാമിന്റെ നിലവാരം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. അവസാനമായി, ഇതൊരു സെയിൽസ് പിച്ചായിട്ടല്ല അവർ കാണുന്നത്, മറിച്ച് ഇത് നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ളൊരു നിമിഷമാണ്. ആ ഒരു ചോയ്സ് അവർ നമുക്ക് വിട്ടുതരുന്നു. അത് നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലൂ പ്രിന്റിന്റെ മുഴുവൻ ആശയവും ഈയൊരു വാചകത്തിൽ ഒതുക്കാം. ഭാവിയിൽ വില കിട്ടാൻ പോകുന്നത് ഡിഗ്രികൾക്കല്ല, മറിച്ച് മാറ്റത്തിനനുസരിച്ച് അതിവേഗം മാറുന്നവർക്കാണ്. ഇത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് നമ്മുടെ സ്വന്തം സംസാര രീതികളെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്.
നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ സന്ദേശം എന്തെങ്കിലും വിൽക്കാനാണോ അതോ ആർക്കെങ്കിലും ഒരു സേവനം നൽകാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? ഈ ബ്ലൂ പ്രിന്റ് കാണിച്ചു തരുന്ന ഒരു വലിയ സത്യമുണ്ട്. ശരിയായ സേവനം നൽകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല വിൽപ്പന തന്ത്രം.